ഉസ്ബെക്കിസ്ഥാനിലെ ചരിത്ര നഗരമായ ബുഖാറയിലൂടെ സഞ്ചാരം തുടരുകയാണ്. അവിടുത്തെ പുരാനഗരഭാഗത്തെ ഇടുങ്ങിയ തെരുവുകളിലൂടെ പല ചരിത്ര കാഴ്ചകളിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. അടുത്തതായി ഞങ്ങൾ പോകുന്നത് പോയി കലാൻ എന്ന വലിയൊരു കോംപ്ലക്സിലേക്കാണ്. ചരിത്ര നിർമ്മിതികളുടെ ഒരു കോംപ്ലക്സ് ആണത്. അങ്ങനെ ഒരിടത്ത് കൊണ്ടുപോയി ഞങ്ങൾ പോകുന്ന ഇലക്ട്രിക് ബഗ്ഗി നിർത്തി. ഡ്രൈവർ മൻസൂർ ഇറങ്ങി വഴി കാണിച്ച് മുൻപേ നടന്നു. ഇവിടെ നിന്നിനി അങ്ങോട്ട് ബഗ്ഗി പോകില്ല. വേറെ വഴിയെ വന്ന് ഞങ്ങളെ പിക്കപ്പ് ചെയ്തോളാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇടവഴികളിലൂടെ നടന്ന് ഒരു പ്രധാന സ്ട്രീറ്റിലേക്കെത്തി. അവിടെ ചെല്ലുമ്പോൾ വമ്പൻ നിർമ്മിതികളാണ് കാഴ്ച. മിർ ഐ അറബ് മദ്രസയാണിത്. പുരാതന നിർമ്മിതികളാണെല്ലാം. ഇതെല്ലാം നൂറ്റാണ്ടുകൾക്ക് മുൻപ് രൂപം കൊണ്ട ഓൾഡ് ടൗണിലെ പ്രധാന ചത്തുരങ്ങളാണ്. പോയി കലാൻ കോംപ്ലക്സ് എന്നാണ് ഇവിടെ മൊത്തത്തിൽ അറിയപ്പെടുന്നത്. അങ്ങകലെ ഇവിടുത്തെ ടോക്കി സർഗറോൺ എന്ന ട്രേഡിംഗ് ഡോം കാണാം. ടോക്കി സർഗറോണിനടുത്തു നിന്നും വരുന്ന സ്ട്രീറ്റിന്റെ രണ്ടു വശത്തും പഴയ ട്രേഡ് സെന്ററുകളാണ്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കച്ചവട കേന്ദ്രങ്ങൾ, സിൽക്ക് റൂട്ടിലെ ട്രേഡ് സെന്ററുകൾ. വാണിജ്യത്തിന്റെയും മതപഠനത്തിന്റെയും ഒരു കേന്ദ്രമായിരുന്നു ഇവിടം. നടന്ന് ആ കോംപ്ലക്സിന്റെ നടുവിലേക്കെത്തി. നിരവധി ചരിത്ര നിർമ്മിതികളുടെയും പുരാനിർമ്മിതികളുടെയും ഒരു എൻസെമ്പിൾ. ഇവിടെ വലിയൊരു ഗോപുരമുണ്ട്. കലാൻ മിനാരം എന്നാണ് അതറിയപ്പെടുന്നത്. ഇതാണ് പോയി കലാൻ മദ്രസ. അതിന്റെ മറുവശത്തുള്ള ഈ കെട്ടിടമാണ് മിർ ഐ അറബ് മദ്രസ. 1535 പണിതതാണിത്. അത് കഴിഞ്ഞ് കലാൻ ടവർ. വലത്തെ അറ്റത്ത് പോയി കലാൻ മദ്രസ. വലിയൊരു കവാടവും 2 താഴികക്കുടങ്ങളുമുള്ള നിർമ്മിതിയാണ് മിർ ഐ അറബ് മദ്രസ. യമനിൽ നിന്ന് വന്ന ഷെയ്ഖ് അബ്ദുള്ള യമനി എന്നയാളാണ് ഈ മദ്രസ പണിയിച്ചതെന്നാണ് ചരിത്രരേഖകൾ. അക്കാലത്തെ ബുഖാറ ഖാനേറ്റിന്റെ ഭരണാധികാരിയായിരുന്ന ഉബൈദുള്ള ഖാന്റെ ആത്മീയ ഉപദേഷ്ടാവായിരുന്നു ഷെയ്ഖ് അബ്ദുള്ള യമനി. മിർ ഇ അറബ് എന്നാണ് അദ്ദേഹം പൊതുവെ അറിയപ്പെട്ടിരുന്നത്. അങ്ങനെ മദ്രസയ്ക്കും ആ പേര് ലഭിക്കുകയായിരുന്നു. ഈ കാണുന്ന കെട്ടിടം എമീർ അലിം ഖാൻ മദ്രസയാണ്. ഇതെല്ലാം പുരാതന നിർമ്മിതികളാണ്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയം ഈ കോംപ്ലക്സിന്റെ നടുക്കുള്ള മിനാരം തന്നെ, കലാൻ മിനാർ. ബുഖാറ നഗരത്തിന്റെ ലാൻഡ്മാർക്കാണ് ഈ മിനാരം. പൂർണ്ണമായും ചുടുകട്ട കൊണ്ട് നിർമ്മിച്ച ഇതിന് 46 മീറ്റർ ഉയരമുണ്ട്. 8 നിലയുള്ള കെട്ടിടത്തേക്കാൾ ഉയരം. മനോഹരമായ കൊത്തുപണികൾ കൊണ്ട് അലങ്കൃതമാണ് മിനാരം. ഈ കോംപ്ലക്സിലെ തന്നെ ആദ്യകാല നിർമ്മിതികളിൽ ഒന്നാണിത്. 1127 മുതലുള്ള 2 വർഷം കൊണ്ടായിരുന്നു ഇതിന് നിർമ്മാണം. നിർമ്മിതമായ കാലത്ത് നിസ്കാര സമയം അറിയിച്ചുകൊണ്ട് ബാങ്ക് വിളിച്ചിരുന്നത് കലാൻ മിനാരത്തിന്റെ മുകളിൽ നിന്നായിരുന്നു. പല കാലഘട്ടത്തിൽ പണിത പലതരം മിനാരങ്ങളെ ഒറ്റ കോംപ്ലക്സായി കൂട്ടിയിണക്കിയിരിക്കുന്നു എന്നതാണ് പോയി കലാൻ കോംപ്ലക്സിന്റെ പ്രത്യേകത. മിനാരത്തിനും ഇടതുവശത്ത് കാണുന്ന പോയി കലാനും ഇടയ്ക്കുള്ള വഴിയിലൂടെ നടന്ന് ഞങ്ങൾ തിരികെ സ്ക്വയറിലേക്കെത്തി. സ്ക്വയറിന്റെ വലത്തേ അറ്റത്ത് കാണുന്നത് മിർ ഇ അറബ് മദ്രസ. ഇപ്പോൾ തെളിഞ്ഞു കാണുന്ന ഭാഗം. അതിന്റെ നേരെ എതിർഭാഗത്ത് പോയി കലാൻ. മിർ ഇ അറബ് മദ്രസ മനോഹരമായൊരു നിർമ്മിതി തന്നെയാണ്. ഇങ്ങനെ നടക്കുമ്പോൾ ഇടതുവശത്ത് കാണുന്നതാണ് പോയി കലാൻ. അതിന്റെ തിണ്ണയിലാണ് ആളുകൾ കൂടി നിൽക്കുന്നത്. മസ്ജിദ് ഇ കലാൻ എന്നാണ് ഈ മോസ്കിന്റെ വിശേഷണം. ബുഖാറയിലെ കോൺഗ്രിഗേഷണൽ മോസ്ക് അഥവാ ഗ്രാൻഡ് മോസ്ക് ആണ് മസ്ജിദ് ഇ കലാൻ. 12ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലാണ് ഇവിടെ ആദ്യമായൊരു മോസ്ക് പണിതത്. എന്നാൽ തന്റെ പടയോട്ടത്തിനിടെ 1220 ചെങ്കിസ് ഖാൻ ആ മോസ്ക് തകർത്ത് കളയുകയായിരുന്നു. ഈ കാണുന്ന മോസ്ക് 1515 മുതലുള്ള 20 വർഷം കൊണ്ട് പണിതതാണ്. അവിടെ നിന്ന് തിരിച്ചു വരുമ്പോൾ പ്രധാന സ്ക്വയർ കാണാം. സ്ക്വയറിന്റെ ഒരു ഭാഗത്ത് മിർ ഇ അറബ് മദ്രസ, ഇപ്പുറം മോസ്ക്, പിന്നെ ഗോപുരം. അതിന്റെ അങ്ങേയറ്റത്ത് കാണുന്നത് എമീർ അമീർ അലീം ഖാൻ മദ്രസ. സ്ക്വയറിൽ നിന്നും പുറത്തേക്കിറങ്ങുമ്പോൾ ഇവിടെയെല്ലാം ടൂറിസ്റ്റുകൾക്ക് വേണ്ടി പല സാധനങ്ങൾ വിൽക്കാൻ വെച്ചിരിക്കുന്ന ആളുകളെ കാണാം. ഏറ്റവും രസകരമായ സാധനങ്ങൾ പഴയ സോവിയറ്റ് സ്മരണകൾ ഉണർത്തുന്ന തൊപ്പികളൊക്കെയാണ്.
അതിൽ സോവിയറ്റ് കാലഘട്ടത്തിലെ പ്രത്യേകിച്ച് രണ്ടാം ലോക മഹായുദ്ധകാലത്തെ പൈലറ്റുമാരുടെ തൊപ്പിയൊക്കെ ഉണ്ട്. Price. Sure, this Coca-Cola 500. കച്ചവടക്കാരൻ ആത്മഗതം പോലെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. So. ഇദ്ദേഹവും ഞങ്ങളെ കാണുമ്പോൾ ഇന്ത്യ, ലാൽ ബഹദൂർ ശാസ്ത്രി, രാജ് കപൂർ എന്നൊക്കെയാണ് പറയുന്നത്. പഴയ ഓർമ്മകളാണ്. Pakistan, India, Hindi, Raj Kapoor. Yeah. Raj Kapoor, Kaput. Lal Bahadur Shastri, Kaput. ഇങ്ങനെ ഇവിടുത്തെ പഴയ തലമുറയിൽപ്പെട്ടവർക്കെല്ലാം ഇന്ദിരാഗാന്ധി ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ പ്രമുഖരെ അറിയാം. തൊപ്പിയാണ് പ്രധാന വിൽപ്പന. രാകേഷ് പലതിന്റെയും വില ചോദിക്കുന്നു. ചിലതിന് ചെറിയ വിലയേ ഉള്ളൂ. 100. കാർപ്പറ്റ്, സ്കാർഫ് ഇതൊക്കെ വിൽക്കുന്ന ആളുകളുണ്ട്. ഇത് കലാൻ മോസ്കിന്റെ പുറകു ഭാഗമാണ്. അവിടുത്തെ ഗേറ്റിനടുത്ത് ഒരു പടിക്കെട്ടിൽ ഞങ്ങൾ ഇരുന്നു. തണലിൽ അല്പനേരം ഇരുന്ന് വിശേഷങ്ങൾ പറയുകയാണ്. സോവിയറ്റ് കാലത്തെ ജീവിതത്തെക്കുറിച്ചാണ് മൻസൂറുമായി ഞങ്ങൾ സംസാരിക്കുന്നത്. സോവിയറ്റ് യൂണിയൻ സമയത്ത് എല്ലാവരും ഒരേപോലെ ജീവിച്ചുകൊണ്ട് ആരുടെയെങ്കിലും കയ്യിൽ കാശ് അധികമുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ഐദർ അവർ ജയിലിലാണ് അല്ലെങ്കിൽ അതിനുള്ള എക്സ്പ്ലനേഷൻ പറഞ്ഞ് ക്ലിയർ ചെയ്യും. അതായിരുന്നു അന്നത്തെ സിറ്റുവേഷൻ. അതുകൊണ്ട് ആ ജീവിതമാണ് ഇഷ്ടമെന്നാണ്. വിദ്യാഭ്യാസത്തിന്റെ നിലവാരം അന്ന് വളരെ മികച്ചതായിരുന്നു എന്നൊക്കെയാണ് മൻസൂർ പറയുന്നത്. ക്വാളിറ്റി ആ സമയത്ത് വളരെ സ്ട്രോങ് ആയിരുന്നു. ഇപ്പോഴത്തെ കണക്ക് വെച്ചു ഇന്നത്തേതുപോലെയല്ല. അന്ന് മികച്ച അധ്യാപകരുണ്ടായിരുന്നു. പണ്ട് പഠിപ്പിച്ചിരുന്ന ടീച്ചർമാരൊക്കെ വളരെ ക്വാളിറ്റേറ്റീവ് ഇൻഫർമേഷനാണ് കൊടുത്തത്. ഇന്നത്തെ പോലെ വെറുതെ ഒരു പഠിപ്പിക്കലല്ല. അന്ന് പഠിപ്പിക്കുന്ന സ്റ്റാൻഡേർഡ്. പഴയ തലമുറയ്ക്ക് സോവിയറ്റ് കാലത്തെ നല്ല ഇഷ്ടമായിരുന്നു. ഒരു 1000 രൂപയ്ക്കാണ് ഒരു അന്ന് കച്ചവടക്കാർ അമിത ലാഭം എടുത്തിരുന്നില്ല. 1000 രൂപയ്ക്ക് തന്നെ സ്റ്റേറ്റ് ഒരു വില നിശ്ചയിക്കും. ഇവർക്ക് ശമ്പളം ആ വിലയ്ക്ക് സാധനങ്ങൾ വിൽക്കണം. കൊടുത്തതാണ്. അതിൽ നിന്നും വിൽക്കുന്നവർക്ക് പ്രത്യേകിച്ച് ലാഭമുണ്ടാവില്ല. കച്ചവടക്കാർക്കും അവർ സ്റ്റേറ്റിന്റെ എംപ്ലോയീസിനെ പോലെ ആയിരുന്നു. ഉൽപ്പന്നങ്ങൾക്ക് സോവിയറ്റ് യൂണിയനിൽ എവിടെയും ഒരേ വിലയായിരുന്നു. വില എല്ലായിടത്തും ഒരേ വിലയാണ്. അത് മോസ്കോയിലാണെങ്കിലും ഇർകുട്സ്കിലാണെങ്കിലും ഇവിടെ ബുഖാറയിലാണെങ്കിലും ഒരു വില തന്നെയായിരിക്കും. ഇവിടെ നിന്നും താഷ്കന്റ് വരെ പോകണമെങ്കിൽ 6 റൂബിളിന്റെ ട്രെയിൻ ടിക്കറ്റ് എടുത്താൽ മതിയായിരുന്നു. ഇങ്ങനെയൊക്കെ സോവിയറ്റ് കാലത്തെ ജീവിതം ഏറ്റവും സുഖകരമായിരുന്നെന്നാണ് ഇദ്ദേഹത്തിന്റെ അഭിപ്രായം. സോവിയറ്റ് കാലം അനുഭവിച്ച മൻസൂറിന്റെ തലമുറയിൽപ്പെട്ട ഇന്നാട്ടുകാരായ എല്ലാവർക്കും അതേ അഭിപ്രായം തന്നെയായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. 6 റൂബിളാണ് ട്രെയിൻ ടിക്കറ്റ്. ഏത് നാട്ടിൽ ചെന്നാലും ഇങ്ങനെയൊക്കെയാണ് ഞാൻ അവിടുത്തെ സാഹചര്യങ്ങൾ മനസ്സിലാക്കുക. ആ തെരുവിലൂടെ ഞങ്ങൾ നടത്തം തുടർന്നു. എത്തുന്നത് ഇവിടുത്തെ പ്രശസ്തമായ ഒരു കോട്ടയിലേക്കാണ്. ആർക്ക് ഫോർട്രസ് എന്നാണ് അതിന്റെ പേര്. അകലെ നിന്ന് കണ്ടപ്പോൾ ചെറിയൊരു കോട്ടയാണെന്നാണ് തോന്നിയത്. എന്നാൽ അടുത്തെത്തിയപ്പോൾ അതിഭീകരനായൊരു കോട്ടയാണിതെന്ന് മനസ്സിലായി. ബുഖാറ സോവിയറ്റ് നിയന്ത്രണത്തിലാവുന്നതുവരെ ഇവിടുത്തെ ഭരണാധികാരിമാർ താമസിച്ചിരുന്നത് ആർക്ക് ഫോർട്രസിനുള്ളിലാണ്. 5-ാം നൂറ്റാണ്ടിലാണ് ഇവിടെ ആദ്യമായി ഒരു കോട്ട നിർമ്മിതമായത്. അന്നു മുതൽ 1920 വരെയും ബുഖാറയുടെ ഭരണസിരാകേന്ദ്രം ഇതായിരുന്നു. മതിലിന്റെ നിർമ്മാണം തന്നെ പ്രത്യേക ശൈലിയിലാണ്. അല്പം വളഞ്ഞ ഒരു രൂപം. അതിന്റെ ചുവട്ടിൽ കൂടി പോകുന്ന ആളിന്റെ വലിപ്പവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കോട്ടയുടെ ഭീമാകാരം മനസ്സിലാകും. ഞങ്ങൾ അവിടെ നിൽക്കുമ്പോഴേക്കും ഇലക്ട്രിക് ബഗ്ഗിക്കാരൻ വന്നു. അതിൽ കയറി കോട്ടയുടെ ചുറ്റുമൊന്നെന്നെ കൊണ്ടുപോകാൻ ബഗ്ഗിക്കാരനോട് പറഞ്ഞു. ഇലക്ട്രിക് ബഗ്ഗിയിൽ അങ്ങനെ പോകുമ്പോൾ ഇതിന്റെ ചരിത്രമാണ് ഞാൻ ഓർത്തത്. പലതവണ തകരുകയും വീണ്ടും നിർമ്മിക്കുകയും ചെയ്ത ഒരു കോട്ടയാണിത്. 5-ാം നൂറ്റാണ്ടിലെ കോട്ട തകർന്നതിനു ശേഷം 100 വർഷത്തോളം ഇത് ശക്തമായ രീതിയിൽ വീണ്ടും പണിതുയർത്തിയിരുന്നില്ല. പിന്നീട് ബുഖാറയിൽ ഭരണത്തിലേറിയ ഖുദാസ് രാജവംശമാണ് വീണ്ടും കോട്ട പണിതത്. ഈ തകർച്ചയും പുനർനിർമ്മാണവും പിന്നീടുള്ള നൂറ്റാണ്ടുകളിൽ തുടർന്നുകൊണ്ടേയിരുന്നു. മൺകട്ടകൾ കൊണ്ടാണ് കോട്ട നിർമ്മിച്ചിരിക്കുന്നതെന്നതാണ് ഇത് ഇടയ്ക്കിടെ തകരാനുള്ള കാരണം. ചുടുകെട്ട് കൊണ്ടു പണിത വമ്പൻ കോട്ട. ഇത്തരം കോട്ടകൾ ലോകത്ത് തന്നെ അപൂർവമായിരിക്കും. അതിന്റെ ഒരു ഭംഗി ഇതിൽ കാണാനുണ്ട് താനും. പകുതി ദൂരം ചുറ്റിക്കറങ്ങി ചെന്നു കഴിഞ്ഞപ്പോഴേക്കും ഇവിടെ ഒരു ഗേറ്റ് ഉണ്ട്. ഇതാണ് കോട്ടയ്ക്കകത്തേക്കുള്ള എൻട്രൻസ്. ഫെർദൌസി രചിച്ച പേർഷ്യൻ ഇതിഹാസ കാവ്യമായ ഷാനാമയിലെ കഥാപാത്രം സിയാവുഷിന്റെ ചരിത്രം ഈ കോട്ടയുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ഇങ്ങനെയാണ് കഥ.
രണ്ടാനമ്മയുടെ പീഡനത്തിൽ നിന്നും രക്ഷപ്പെടാൻ ഒളിച്ചോടി ഇവിടെ എത്തിയതായിരുന്നു സിയാവുഷ്. അഫ്രാസിയാബ് എന്ന പ്രദേശത്തിന്റെ ഭരണാധികാരിയുടെ മകളുമായി സിയാവുഷ് പ്രണയത്തിലായി. ഒരു കാളയുടെ തുകൽ കൊണ്ട് പൊതിയാൻ കഴിയുന്നിടത്ത് നല്ലൊരു കൊട്ടാരം പണിതാൽ മകളെ വിവാഹം ചെയ്ത് തരാമെന്നായി ഭരണാധികാരി. സിയാവുഷ് ഒരു കാളത്തോലെടുത്ത് വളരെ നേർത്ത ഒരു ചരട് പോലെ വെട്ടിയെടുത്തു. അതുകൊണ്ടൊരു വലയം തീർത്തപ്പോൾ ഈ കോട്ട നിൽക്കുന്നത്ര സ്ഥലമായി. ആ സ്ഥലത്ത് സിയാവുഷ് കൊട്ടാരവും കോട്ടയും നിർമ്മിക്കുകയായിരുന്നത്രേ. കഥയങ്ങനെയാണെങ്കിലും ഈ കോട്ട ആദ്യം പണിതത് സിയാവുഷ് എന്ന ഭരണാധികാരിയാണെന്നാണ് ചരിത്രത്തിലുള്ളത്. 13-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ മംഗോളിയൻ ചക്രവർത്തി ചെങ്കിസ് ഖാന്റെ സൈന്യം ബുഖാറ ആക്രമിച്ച് കീഴടക്കിയിരുന്നു. അന്ന് നഗരവാസികളെല്ലാം ഈ കോട്ടയിലാണ് അഭയം തേടിയത്. 15 ദിവസത്തെ ഉപരോധത്തിന് ശേഷം മംഗോൾ സൈന്യം കോട്ട പിടിച്ചെടുക്കുകയും കൊള്ളയടിക്കുകയും ചെയ്തു. 1920-ൽ ബുഖാറയിലെ വിമതരെ ഒതുക്കാനെത്തിയ സോവിയറ്റ് റെഡ് ആർമി ഈ കോട്ടയ്ക്ക് വലിയ കേടുപാടുകൾ വരുത്തിയിരുന്നു. വിമതർ കോട്ടയ്ക്കുള്ളിൽ തമ്പടിച്ചിരുന്നതാണ് കാരണം. സോവിയറ്റ് വിപ്ലവകാരിയും സൈനിക ഓഫീസറുമായ മിഖായൽ ഫ്രൻസിന്റെ നേതൃത്വത്തിലാണ് റെഡ് ആർമി കോട്ട ആക്രമിച്ചത്. പീരങ്കികൾ കൊണ്ട് കോട്ട തകർക്കാനാവാതെ വന്നപ്പോൾ വിമാനങ്ങൾ ഉപയോഗിക്കാൻ ഫ്രൻസ് ഉത്തരവിട്ടു. അങ്ങനെ റഷ്യൻ വിമാനങ്ങൾ കോട്ടയിൽ ബോംബ് വർഷിച്ചു. കോട്ടയുടെ പല ഭാഗങ്ങളും തകർന്നു. വിമതരും സാധാരണക്കാരും ഉൾപ്പെടെ നിരവധി പേർ മരിച്ചു. അങ്ങനെ ആർക്ക് ഫോർട്രസിന്റെ തകർച്ച ബുഖാറയിൽ റെഡ് ആർമിയുടെ വിജയത്തിന്റെ പ്രതീകമായി. സോവിയറ്റ് നാളുകളിൽ തന്നെയാണ് കോട്ട പുനർനിർമ്മിക്കപ്പെട്ടതും. അൽബേനിയ, മാൽഡീവ്സ്, ജോർജിയ, എത്യോപ്യ. സഞ്ചാരം വോളിയം നമ്പർ 11. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 99544422 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഞങ്ങളുടെ കാർ പാർക്ക് ചെയ്തിരിക്കുന്നിടത്തേക്ക് ഇലക്ട്രിക് ബഗ്ഗിയിൽ പോവുകയാണ്. ഒരു ഭാഗത്ത് ആർക്ക് ഫോർട്രസ് കാണാം. അതിന്റെ ഒരു ഭാഗം തകർന്ന നിലയിലാണ്. കോട്ടയുടെ പല ഭാഗങ്ങളും അതുപോലെ തകർന്നു കിടക്കുകയായിരുന്നു. ബുഖാറ നഗരത്തിന്റെ 2500-ാം വാർഷികാഘോഷങ്ങൾക്ക് മുന്നോടിയായി 1990-കളിലാണ് അത് പുനരുദ്ധരിച്ചത്. ഉസ്ബെക്കിസ്ഥാന്റെ അന്നത്തെ പ്രസിഡന്റ് ഇസ്ലാം കരീമോവിന്റെ പ്രത്യേക താൽപര്യപ്രകാരമായിരുന്നു നവീകരണം. പോകുന്ന വഴിക്ക് വേറെയും ചില കോട്ടകൾ കാണാം. ഓൾഡ് ടൗണിന് അകത്തുകൂടി തന്നെയാണ് കുറേ ദൂരം പോകുന്നത്. വഴിയിൽ ഇടയ്ക്കിടയ്ക്കെല്ലാം ഹമ്പുകളുണ്ട്. അതുകൊണ്ട് തുള്ളിച്ചാടിയും തെറിച്ചുമൊക്കെയാണ് പോകുന്നത്. രാകേഷും മൻസൂറും മുന്നിലിരിക്കുന്നു. രാകേഷ് ഇല്ലെങ്കിൽ എനിക്കിവിടെ ആരോടും സംസാരിക്കാനേ പറ്റില്ല. മൻസൂറിനൊന്നും ഇംഗ്ലീഷ് അറിയില്ല. പോകുന്ന വഴിക്ക് ഈ കാണുന്നതെല്ലാം ഹോട്ടലുകളാണ്. സാധാരണ ടൂറിസ്റ്റുകൾക്കുള്ള 2 സ്റ്റാർ ഹോട്ടലുകളും മറ്റും. ഓൾഡ് ബുഖാറ, ഏഷ്യ ബുഖാറ എന്നൊക്കെ പേരുള്ള ഹോട്ടലുകളുണ്ട്. ഇദ്ദേഹത്തിന്റെ സർവീസ് അവസാനിക്കുകയാണ്. ആദ്യം ഭീകരമായ തുകയാണ് ചോദിച്ചത്. നെഗോഷിയേറ്റ് ചെയ്ത് സംസാരിച്ച് രാകേഷ് ഒരു റീസണബിൾ ആയ തുകയിലേക്ക് എത്തിച്ചു. മൻസൂറും പറഞ്ഞു വണ്ടിക്കാരൻ പറഞ്ഞ തുക കൂടുതലാണെന്ന്. പുള്ളിക്ക് അവസാനം കുറച്ചു തുക കൂടി കൊടുത്തു. അയാൾ ഹാപ്പിയായി. തിരികെ വണ്ടിയുമായി പോയി. വെയിലത്ത് കിടന്ന കാറിന്റെ ഉൾഭാഗം ചുട്ടുപഴുത്തു കിടക്കുന്നു. 40 ഡിഗ്രി സെൽഷ്യസ് ആണ് അന്തരീക്ഷ താപനില. സഹിക്കാൻ വയ്യാത്ത ചൂടിലൂടെയാണ് നടന്ന് ഈ ഷൂട്ട് ചെയ്തത്. ഇവിടെ നിന്ന് ഇനി ഞങ്ങൾ നഗരത്തിന് പുറത്തേക്ക് പോവുകയാണ്. നഗരത്തിന് പുറത്ത് കുറച്ചു കാഴ്ചകളുണ്ട്. അതുകൂടാതെ ബുഖാറയ്ക്ക് സമീപമുള്ള ചില ഗ്രാമങ്ങളിലേക്ക് കൂടി പോകണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. യാത്ര തുടരുകയാണ്. നേരം ഇപ്പോൾ 1 മണിയാകാറാവുന്നു. പക്ഷേ ലഞ്ച് കുറച്ചു കഴിഞ്ഞിട്ട് കഴിച്ചാൽ മതി എന്ന് തീരുമാനിച്ചു. സോവിയറ്റ് കാലത്തിന് ശേഷമാണ് ബുഖാറയെ ഈ വിധം ഒരു ടൂറിസം സെന്ററായി വളർത്തിയെടുത്തത്. ടൂറിസം വലിയ തോതിൽ ഇവിടുത്തെ സാമ്പത്തിക രംഗത്തെ പോഷിപ്പിക്കുന്നുണ്ട്. ബുഖാറയുടെ റെയിൽവേ സ്റ്റേഷനും എയർപോർട്ടുമൊന്നും ഈ ഭാഗത്തല്ല. ഈ ഓൾഡ് ടൗണിൽ നിന്നും അകലെ വേറൊരു സ്ഥലത്താണത്. അതൊരു ട്വിൻ സിറ്റി പോലെയാണ്. ഇവിടെ നിന്നും 10-12 കിലോമീറ്റർ ദൂരമുണ്ട് ആ ഭാഗത്തേക്ക്.
ഖൊഗോൺ എന്നാണ് ആ സ്ഥലത്തിന്റെ പേര്. നമ്മുടെ സെക്കൻഡറാബാദ്, ഹൈദരാബാദ് എന്നിവ പോലുള്ള ഒരു വ്യത്യാസമുണ്ട് ഈ സിറ്റികൾ തമ്മിൽ. ഇത് ഓൾഡ് സിറ്റിയും മറ്റേത് കുറച്ചുകൂടി മോഡേൺ സിറ്റിയുമാണ്. അങ്ങോട്ട് പോകുന്ന വഴിക്ക് മ്യൂസിയങ്ങളും പുതിയ കാലത്ത് പണിത നിരവധി സ്ഥാപനങ്ങളുമൊക്കെയുണ്ട്. സോവിയറ്റ് കാലത്ത് തന്നെ ബുഖാറയുടെ പുരാതനത്വം നിലനിർത്താനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിരുന്നു. അതിനാലാണ് റെയിൽവേ സ്റ്റേഷനും മറ്റു പുതിയ നിർമ്മിതികളും ഖൊഗോണിൽ കേന്ദ്രീകരിക്കാൻ തീരുമാനിച്ചത്. 1930കളിൽ തന്നെ ഖൊഗോൺ ബുഖാറയുടെ ഒരു ട്വിൻ സിറ്റിയായി വളർന്നു തുടങ്ങിയിരുന്നു. അക്കാലത്ത് ആ പ്രദേശം യാഗിനി ബുഖോസോറോ അഥവാ ന്യൂ ബുഖാറ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇപ്പോഴും ബുഖാറയുടെ ട്രാൻസ്പോർട്ട് ഹബ് ഖൊഗോണാണ്. ബുഖാറയാകട്ടെ ലിവിംഗ് മ്യൂസിയം ഓഫ് ഇസ്ലാമിക് ആർക്കിടെക്ചർ എന്ന പദവിയോടെ പൗരാണിക നിർമ്മിതികൾ സംരക്ഷിച്ചു നിലനിർത്തുന്ന ഇടമാണ്. ഇവിടെ ചില മെഡിക്കൽ യൂണിവേഴ്സിറ്റികളൊക്കെ കാണാം. ബുഖാറോ സ്റ്റേറ്റ് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടാണിത്. അബു അലി ഇബൻ സിനോ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പൊതുവെ അറിയപ്പെടുന്ന സ്ഥാപനം. ഇവിടുത്തെ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ ധാരാളം ഇന്ത്യൻ വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. അപൂർവമായി മലയാളി വിദ്യാർത്ഥികളും അവിടെ കണ്ടേക്കാം. ഇപ്പോൾ ഞങ്ങൾ മറ്റൊരു ചരിത്ര സ്ഥലത്തേക്ക് എത്തിയിരിക്കുന്നു. ഇതിന്റെ പേര് സിത്തോറായ് മോഖി ഖോസ എൻസെമ്പിൾ എന്നാണ്. ഇവിടുത്തെ അമീറിന്റെ ഒരു ഗ്രാമവസതിയായിരുന്നു ഇത്. 18ാം നൂറ്റാണ്ട് മുതൽ ഇവിടെയുള്ള ആഡംബര ഭവനമാണ്. 1912 മുതൽ 1918 വരെ ബുഖാറ ഭരിച്ച സെയ്ദ് ബിൻ മുഹമ്മദ് അലീം ഖാൻ എന്ന അമീറാണ് ഇത് ഇന്ന് കാണുന്ന വിധം പുനരുദ്ധരിച്ചത്. ആദ്യം കയറി ചെല്ലുന്നത് ഒരു പടിപ്പുരയിലേക്കാണ്. അകത്ത് കയറാൻ ടിക്കറ്റ് എടുക്കണം. രാകേഷ് പോയി ടിക്കറ്റ് എടുക്കുകയാണ്. ആ സമയം ഒരു സ്ത്രീ എന്നെ ക്ഷണിച്ചു. ഈ കടയൊന്ന് കണ്ടിട്ടു പോകൂ, വെറുതെ കണ്ടാൽ മതി എന്ന് പറഞ്ഞാണ് ക്ഷണം. അവർക്ക് ഇംഗ്ലീഷ് അറിയാം. അതാണ് എന്നെ ആകർഷിച്ചത്. ഇതുവരെ ഇവിടെ കണ്ട കച്ചവടക്കാർക്കൊന്നും ഇംഗ്ലീഷ് അറിയില്ലായിരുന്നു. അവർ ഒരു മേശവിരി എടുത്തുകൊണ്ടുവന്നു. ഗംഭീരമാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എനിക്കത്ര ഗംഭീരമായി തോന്നിയില്ല. അതൊന്നും വേണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഇന്ത്യയിൽ നിന്നാണ് ഞാൻ വരുന്നതെന്ന് പറഞ്ഞപ്പോൾ നിങ്ങളുടെ ഭാര്യയ്ക്ക് പറ്റുന്ന നല്ല ഉടുപ്പുണ്ടെന്നായി അവർ. ഉസ്ബെക്കിസ്ഥാൻ ശൈലിയിലുള്ള വസ്ത്രമാണ്. തൊട്ടു നോക്കിയപ്പോൾ പട്ടാണ്. ഈ വസ്ത്രമിട്ടിട്ട് എന്റെ ഭാര്യ നാട്ടിൽ കൂടി നടന്നാൽ വലിയ പ്രശ്നമാകുമെന്ന് ഞാൻ പറഞ്ഞു. ഭാര്യ ഇതിട്ട് നടക്കാനും പോകുന്നില്ല. വാങ്ങിയാൽ വെറുതെയായി പോകും. എന്തെങ്കിലും വാങ്ങണമെന്നുണ്ടായിരുന്നു. പക്ഷെ അവരെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഞാൻ അവിടെ നിന്നും നടന്നു. ഇതാണ് കൊട്ടാരത്തിന്റെ അകത്തേക്കുള്ള കവാടം. പഴയ ഒരു കെട്ടിടമാണ്. പ്രാകൃത രീതിയിലാണ് മേൽക്കൂരയൊക്കെ. ഒരു കൊട്ടാരത്തിനുള്ളിലുള്ളതിന് സമാനമായ സംവിധാനങ്ങളും സൗകര്യങ്ങളും ഇവിടെയും ഉണ്ടായിരുന്നു. ബെഡ്റൂമുകൾ, അതിഥികളെ സ്വീകരിക്കാനുള്ള മുറികൾ, ഡൈനിങ് ഹാൾ, അമീറിന്റെ സെക്രട്ടറിയുടെ മുറി എന്നിവയെല്ലാം ഇവിടെയുണ്ട്. കയറി ചെല്ലുമ്പോൾ അത്ഭുതപ്പെടുത്തുന്ന നിർമ്മിതികളാണ് കാണുന്നത്. അലങ്കാരപ്പണിയോടുകൂടിയ ഒരു വരാന്ത. അമീർ ആളുകളെ സ്വീകരിച്ചിരുന്ന ഇടമാണ്. അതിമനോഹരമായി മച്ചും ചുമരുകളുമൊക്കെ ഒരുക്കി വെച്ചിരിക്കുന്നു. അപ്പുറം ആ എൽ ഷേപ്പിൽ കാണുന്ന കെട്ടിടത്തിലായിരുന്നു അമീറിന്റെ താമസയിടങ്ങൾ. പുരുഷന്മാർക്കും സ്ത്രീകൾക്കും വെവ്വേറെ താമസയിടങ്ങളാണ് ഇവിടെ ഉണ്ടായിരുന്നത്. സെക്രട്ടറിയുടെ ഓഫീസും ഇവിടെയായിരുന്നു. അതിഥികൾക്കുള്ള ഗസ്റ്റ് ഹൗസ് ഒക്കെ പല ഭാഗത്തായുണ്ട്. ഇത് ഒരു വലിയ കോംപ്ലക്സ് ആണ്. പല പല ആവശ്യങ്ങൾക്കായുള്ള കെട്ടിടങ്ങളുടെ കോംപ്ലക്സ്. ഇതിനകത്തൊന്ന് കയറണം. ചുറ്റും നടന്നിട്ടും അകത്തേക്ക് കയറുന്ന ഭാഗം എവിടെയാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞങ്ങൾ ആരും നേരത്തെ ഇവിടെ വന്നിട്ടുള്ളവരല്ല. അങ്ങനെ നടക്കവേ അടഞ്ഞുകിടക്കുന്ന ഒരു വാതിലും സിംഹപ്രതിമയൊക്കെയുള്ള ഒരു ഭാഗവും കണ്ടു. ഇതിനകത്തുകൂടിയാണോ കയറുന്നതെന്ന് സംശയമായി. ഞങ്ങളത് തള്ളി തുറന്നു. അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ അതിമനോഹരമായി ഒരുക്കിവെച്ച ഒരിടമാണ്. ഇതിനുള്ളിൽ ടൂറിസ്റ്റുകളുമുണ്ട്. ഗൈഡുകൾ അവർക്ക് കഥകൾ പറഞ്ഞു കൊടുക്കുന്നു. ഇവിടുത്തെ ഓരോ മുറിയും ഓരോ പ്രത്യേക ആവശ്യത്തിനുള്ളതായിരുന്നു. ഞങ്ങൾ കയറിയതിന്റെ തൊട്ടടുത്തുള്ള മുറി മറ്റു രാജ്യങ്ങളുടെ പ്രതിനിധികൾ, ഡിപ്ലോമാറ്റുകൾ എന്നിവർ വരുമ്പോൾ അമീർ അവരെ സ്വീകരിച്ചിരുന്ന ഇടമാണ്. അമീർ ഒരു വശത്തും ഗസ്റ്റുകൾ വേറൊരു വശത്തുമായിട്ടിരുന്ന് ചർച്ച നടത്തുന്ന മുറി. അത് കഴിഞ്ഞുള്ള ഈ ചെറിയ മുറി ചെസ് ഹാളാണ്. അമീറിന് ഇൻഡോർ ഗെയിമുകൾക്കുള്ള മുറി.
അത് കഴിഞ്ഞു ചെല്ലുന്നത് കൂടുതൽ കളർഫുള്ളായ ഒരു മുറിയിലേക്കാണ്. മച്ചും ചുവരുകളും നിലവുമൊക്കെ വർണ്ണാഭം. മുസ്ലിം ഭരണാധികാരികളുടെ എല്ലാം കൊട്ടാരങ്ങൾ ഈ വിധം കളർഫുൾ ആയിരിക്കും. തിളങ്ങുന്ന മുറികൾ വേണമെന്നുള്ളതാണ് അവരുടെ ഒരു രീതി. ഇവിടെ അമീറിന് പല രാജ്യങ്ങളിൽ നിന്ന് കിട്ടിയ സമ്മാനങ്ങൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. പാത്രങ്ങൾ, വിലപിടിപ്പുള്ള ചഷകങ്ങൾ എന്നിങ്ങനെ പലതുമുണ്ട്. അമീർമാരുടെ ചിത്രങ്ങളും ചുവരിലുണ്ട്. അതിഗംഭീരമായ വർണ്ണപ്പണികൾ. അത് കഴിഞ്ഞ് ഒരു ഇടമുറി. അമീറിന്റെ സെക്രട്ടറിയുടെ ഓഫീസായിരുന്നു ഇത്. അതും കടന്ന് നടക്കുമ്പോൾ കാണുന്നത് കുറേയേറെ ചൈനീസ് ഭരണികളൊക്കെ വെച്ചിരിക്കുന്ന മറ്റൊരു കളർഫുൾ മുറിയാണ്. സീലിംഗ് സ്വർണം കൊണ്ട് ബോർഡർ ചെയ്തിരിക്കുന്ന ഒരു മുറി. മൊത്തം ഒരു പൈങ്കിളി കളറാണ്. അമീറിന്റെ കാലത്ത് ഈ കൊട്ടാരത്തിൽ ഉപയോഗിച്ചിരുന്ന ചൈനീസ് ഭരണികളും പാത്രങ്ങളുമൊക്കെയാണ് ഇവിടെയുള്ളത്. ആ കാഴ്ചകളിലൂടെ ഞാൻ നടന്നു.